വെൽക്കം ബാക്ക് ടു എ ന്യൂ വ്ളോഗ്. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഈ പൂക്കളുടെ അടുത്തുനിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഓണവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വ്ളോഗാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇന്നൊരു ഓണാഘോഷ പരിപാടിയാണ് നമ്മൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് നോർത്തേൺ കാലിഫോർണിയ മലയാളി അസോസിയേഷനായ മങ്കയുടെ ഓണാഘോഷ പരിപാടിയാണ്. വലിയ പരിപാടിയായിട്ടൊന്നും ഉണ്ടാവില്ലായിരിക്കും എല്ലാ വർഷത്തെയും മാതിരി, പക്ഷേ ചെറിയൊരു പ്രോഗ്രാമായിരിക്കും, ഓണസദ്യയും ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാമിന് പോകുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചൊന്ന് പോയിട്ട് കണ്ടിട്ട് വരാം. നമ്മളിപ്പോൾ വെന്യൂവിൽ എത്തിയിട്ടുണ്ട്. മങ്കയുടെ ബോർഡൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ അല്ലേ. ഇതിനകത്ത് കയറി നോക്കാം എന്തൊക്കെയാണ്. പ്രോഗ്രാംസ് അധികമൊന്നും ഉണ്ടാവില്ല, സദ്യ തന്നെയാണ്. ആൾക്കാരെല്ലാവരും ഒന്നും എത്തിയിട്ടില്ല, നമ്മൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ ഇവിടെയൊക്കെ നന്നായിട്ട് കവർ ചെയ്യാം. ശ്രീകുട്ട എല്ലാവരും മാസ്ക് ഇട്ടണം. രജിസ്ട്രേഷൻ കൗണ്ടറിൽ നിന്ന് നമുക്കൊരു ബാൻഡ് കിട്ടും ഗ്രീൻ കളറിലെ. അപ്പോൾ ശ്രീ എനിക്കത് കെട്ടിത്തരുവാണ്. നല്ല മനോഹരമായ ഒരു ഓണപ്പൂക്കളം ഉണ്ടായിരുന്നു. ആദ്യം തന്നെ അതിൻ്റെ മുന്നിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇത്രയും നല്ല പൂക്കളം കാണുമ്പോൾ ഫോട്ടോസ് എടുക്കാതെ എങ്ങനെയല്ലേ. ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പ്രോഗ്രാംസൊക്കെ ഓരോന്നായിട്ട് സ്റ്റാർട്ട് ആവാൻ തുടങ്ങി. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, കോവിഡ് ആയതുകൊണ്ട് തന്നെ എല്ലാ പ്രോഗ്രാംസും സദ്യയും എല്ലാം ഓപ്പൺ സ്പേസിലായിരുന്നു കേട്ടോ. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചിട്ടുള്ള എല്ലാ സേഫ്റ്റി മെഷേഴ്സും അവിടെ വളരെ നന്നായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, വളരെ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പഞ്ചവാദ്യമൊക്കെ കഴിഞ്ഞിട്ട് ചെണ്ടമേളമൊക്കെ കഴിഞ്ഞു. ഇനി ഈ തിരുവാതിരയുടെ പരിപാടികൾ തുടങ്ങാൻ പോവുക. ഇവിടെ എല്ലാവരും ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഓണാഘോഷ പരിപാടികളൊക്കെ? ഇനിയുള്ള പരിപാടികളൊക്കെ ഓണസദ്യ എടുത്തിട്ട് അതും കഴിച്ചുകൊണ്ട് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ ലൈനിൽ നിൽക്കുകയാണ് ഭക്ഷണം എടുക്കാനുള്ള. ഭക്ഷണം വിളമ്പുന്നത് മാത്രമേ ഇൻഡോറിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതെല്ലാവരും ഭക്ഷണം എടുത്തുനിന്ന് അവിടെ നിന്ന് നിങ്ങൾക്ക് കാണാം, എല്ലാവരും വെളിയിൽ പോകുന്നു. ഓപ്പൺ സ്പേസിലായിരുന്നു ഭക്ഷണം എല്ലാം കഴിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് എല്ലാവരും മാസ്ക് ഒക്കെ ഉപയോഗിച്ച് ഗ്ലൗസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ട്രെയിൽ ഒരു പേപ്പർ വാഴയില വെച്ച് അതിലായിരുന്നു സദ്യ വിളമ്പിയിരുന്നത്. സദ്യ റെഡ് ചില്ലീസ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് വന്നിരുന്നത്. നല്ല സദ്യയായിരുന്നു. പുളിയിഞ്ചിയൊക്കെ നല്ല ടേസ്റ്റായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാ കറികൾക്കും ഒരു നല്ല നമ്മുടെ നാടൻ കേരള ഒത്തൻറ്റിക് ടേസ്റ്റ് ഉണ്ടായിരുന്നു. പായസം മാത്രമേ എനിക്ക് ഇച്ചിരിയോടെ നന്നാകായിരുന്നു എന്ന് തോന്നി. ഓക്കെ, ഫൈനലി പായസം നടുക്കിൽ വെച്ചോ. അതിൻ്റെ നടുക്കി ഇച്ചിരി സ്ഥലമുണ്ടോ? മറിഞ്ഞു വീഴാതിരുന്നാൽ മതി. മറിഞ്ഞു വീണാൽ ഇപ്പം അടിപൊളിയോ. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. But then the good thing is all of those were online events, and today we have the good fortune of having you in person with us, and physically to have met with you today is a great honor for all of us. So just by way of an introduction, so he's been our Consul General since July. He's been an IFS officer for Government of India since 1993. Kasturi, kasturi,
മച്ചാനെ പൊന്നു മച്ചാനെ നിന്തിരി മാറത്ത് വളരാൻ മോഹം. I'll do anything to feel the wind in my hair. I'll go far as it takes and I'll even care. I'll see the ഇതകതേതോ കുട്ടേനാട് കൊഞ്ചയിലെ ഇതകതേതോ സിത്താരാതിത്തിത്തേ ഇതകതേതോ കാറ്റിൻ കാതിൽ അപ്പം ഇവിടുത്തെ പരിപാടികളൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ട്. നമ്മളിപ്പം തിരിച്ച് വീട്ടിലേക്ക് പോവുക. അപ്പം ഇതോട് കൂടിയിട്ട് ഇവിടുത്തെ ഓണാഘോഷ പരിപാടികൾ തീർന്നു. എൻ്റെയും ഹസ്ബൻഡിൻ്റെയും മോളുടെയും ഓണ ഡ്രസ്സുകളെല്ലാം അത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതും എൻ്റെ ബുട്ടീക്കിൽ നിന്നാണ്. അമ്പിളീസ് ഡിസൈനർ ബുട്ടീക്ക്. അതിൻ്റെ വെബ്സൈറ്റും യൂട്യൂബ് ലിങ്കും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നതാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. താങ്ക്